ഞാൻ കണ്ട് എന്റെ മോളാണ് ആദ്യം എത്തിയത്. നമ്മുടെ പോലീസ് നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞത് എന്റെ മോളാണ് ജയിച്ചത്. എന്റെ പൊന്നെ ചേച്ചി എന്നെ ഒന്ന് വിട ചേച്ചി, കൈ ഒരു ചേച്ചി പ്ലീസ് ചേച്ചി. ആര് ജയിച്ചു നോക്കാത്ത നീക്ക് ഏത് കുഴപ്പത്തിൽ ജഡ്ജാടാ? ചെക്ക നീ ഇവിടെ വരട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഉള്ളതല്ലേ പറ. എന്റെ മോളോട് ജയിച്ചേ. എന്റെ പൊന്നെ ചേച്ചി ഇനിയും കുറെ പരിപാടികളാണ്, പ്ലീസ് അലമ്പാക്കല്ലേ. ഈ കാര്യത്തിന് ഒരു തീരുമാനമാക്കാതെ ഈ ഏരിയ ഒരു പരിപാടി നടക്കൂല. ഞാനും സമ്മതിക്കൂല. അടിക്കണില്ല തീരൂ. നീ മര്യാദക്ക് റിസൾട്ട് പറഞ്ഞിട്ട് പോയാ മതി. ഇവിടെ മാങ്ങത്തലേ നിനക്ക് വീട്ടിൽ പോണോ? വീട്ടിൽ പോണെങ്കിൽ പറഞ്ഞിട്ട് പോണം. ചേട്ടാ കണ്ട ഉസിൻ ബോൾട്ട് ഓടുന്നുണ്ട്, ഇതുപോലെയാണ് ഓടാൻ. ബോൾട്ട് എന്ത് ബോൾട്ട്? നീ അവന്റെ റെക്കോർഡും പൊട്ടിക്കണം. അമ്മ മുട്ട് എനിക്ക് നിന്നോടിയാ മതിയോ? ഞാൻ ഇന്നലെ പഠിപ്പിച്ചൊക്കെ മറന്നോ? പ്രൊഫഷണൽസ് ഇരുന്നേ ഓടും. അമ്മ ഞാനെങ്കിലും നിന്നോടട്ടാ. ആ നീ അൾട്രാ പ്രൊഫഷണൽ ആണ്, നീ ഇരുന്നേ ഓടാവും. എന്നിട്ട് ആരടാ ഫസ്റ്റ് അടിച്ചത്? ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ട്രോഫി വാങ്ങിച്ച് പോയേട്ടാ. ഈ രണ്ടോടെ ലാസ്റ്റ് വന്നിട്ടാണ് കിടന്ന് അലമ്പ് കാണിക്കണത്. തോട്ട് അത് സമ്മതിക്കാൻ ഒരു അന്തസ് വേണോടി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് വന്ന എന്റെ മോളാണ്. റോഡ് കിടന്ന് അടിവെക്കണേ, കൊച്ചിനെ വിളിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കടി. എന്തോ കാണിച്ചോണ്ടിരിക്കണേ? അല്ലേ മാമ അടി വെക്കട്ടെ. അയ്യോ കോച്ചിനെ അടി വെക്കിട്ട് മാമന് വീട്ടിൽ പോകാൻ നോക്ക്. കുറച്ചു അടി വെക്കിട്ട് എന്തോ വാങ്ങിക്കൊണ്ടിരിക്കണം. അടുത്ത വീട്ടിൽ അടിയാൻ ഭയങ്കര രസം തന്നെയല്ലേ ചേച്ചി? പിള്ളേരൊക്കെ വീട്ടിൽ പോയടാ, പോയിട്ട് പഠിക്കടാ. എന്തല്ലേ ലെമൺ ആൻഡ് സ്പൂണ്, കസേരകളി എല്ലാത്തിലും നിങ്ങളുടെ അനിയത്തെ ഞാൻ തോപ്പിച്ച് നിലം പരിശാക്കി. അങ്ങനെ ബൺകടിയിലും ചക്കിക്കറി ഓട്ടത്തിലൊന്നും തോറ്റല്ലോ. ദേവമാമി ഇതാ അവിടെ കിടന്ന് ആഘോഷിക്കും. നിന്നോട് ഞാൻ ചോദിച്ച ഓട്ടം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞപ്പോ അവക്ക് വയ്യ. ഉമ്മണി പിള്ളേരോട് തോറ്റിട്ട് വന്നിരിക്കണം. നീ മര്യാദയ്ക്ക് ആ വീഡിയോ കൊണ്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യും. ഈ ക്ഷീണം മാറ്റാനെ എനിക്ക് വൈകുന്നേരം ഇൻസ്റ്റയിൽ ചൈൽഡ് ജീനിയസ് എന്നുള്ള ഹാഷ്ടാഗിൽ സ്റ്റാറ്റസ് ഇടാനുള്ളതാണ്. അമ്മ അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഒറ്റക്കാലായിട്ട് പെയിന്റ് അടിച്ചാൽ മതിയാ. കണ്ട വന്നോന്ന് ഈ പെണ്ണിന് ഒരു ബുദ്ധിയില്ല. നമുക്ക് ഇവളെ എത്രയും പെട്ടെന്ന് ചെസ് പഠിപ്പിക്കാൻ വിടണം. എങ്കിലേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ ഒക്കെ ചിന്തിക്കാൻ പറ്റൂ. എന്റെ അനിയത്തി ഏതെങ്കിലും ചെസ് ടൂർണമെന്റിൽ ചേർന്ന് കാണുമല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞു കള്ള. നമുക്ക് അവളെ ചെസ് പഠിപ്പിക്കാൻ ഒരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓടിയോടുന്ന് സ്കേറ്റിങ്, കൂറ്റിങ്, അബാക്കസ്, ഗിബാക്കസ്, കരാട്ടെ, ഡാൻസ്, ഈ ഒരു കൊച്ചിനെ എന്തൊക്കെ ചെയ്യിപ്പിച്ചെടുത്തിട്ട് പിഴിയും. അതിന് കരാട്ടെ കഴിഞ്ഞ ആഴ്ച നിർത്തി. അതിന് പകരമല്ലേ ചെസ്. സത്യം പറയടി, നീ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ കുത്തിയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞില്ലേ ഇതൊക്കെ? ചേട്ടാ ഇതൊക്കെ നമ്മുടെ മോളുടെ ഭാവിക്കല്ലേ. ആ രേവതി അവളുടെ മോക്ക് വേണ്ടി ചെലവാക്കുന്നതിന്റെ ഏതൊരു അംശം ഞാൻ ചോദിക്കുന്നുണ്ടോ? ഏടി എന്റെ ആളി അവിടെ ഒട്ടകത്തിന് കിടന്നാണെങ്കിലും ദീർഘത്തിലാണ് ദുബായിൽ കിടന്ന് സമ്പാദിക്കുന്നത്. അതുപോലെയാണ് ഞാൻ. കൊച്ചിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത് EMI അടയ്ക്കുന്ന ഒരു തന്തയുടെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടനെ കൊണ്ട് പറ്റും. കരുക്കൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് വേണം നീക്കാൻ. ശത്രുക്കളെ കോട്ട നമ്മൾ പൊട്ടിച്ചെറിയണം. അമ്മ എനിക്ക് ഈ കളിയൊന്നും ഇഷ്ടമല്ല. ചുമ്മാ ആലോചിച്ച് ബ്രെയിൻ ചീത്താക്കണ കേട്ട് ഞാൻ വല്ല കരാട്ടെ ക്ലാസ്സിന് പൊക്കോളാം. എന്തിന്? ഇനി കഴിഞ്ഞ ആഴ്ച നീ ദക്ഷയെ തോപ്പിച്ചല്ലേ കരാട്ടയിൽ. ഇനി നമ്മളായിട്ടൊരു അവസരം അവർക്ക് ജയിക്കാൻ കൊടുക്കരുത്. അതുകൊണ്ടല്ലേ ഞാൻ ക്ലാസ് നിർത്തിച്ചത്. എന്റെ മോളെന്ന നിലയിൽ നീ ശാരീരികമായി എന്റെ കഴിവ് തെളിയിച്ച്. ഇനി അടുത്തത് ബുദ്ധിയുടെ പോരാട്ടമാണ്. ബുദ്ധി തെളിക്കാനാണെങ്കിൽ അടുത്ത ആഴ്ച സയൻസ് പ്രോജക്റ്റ് വരുന്നുണ്ടല്ലോ. അതിന് എൻ്റെ ഒരു കിടുക്കാച്ച ഐഡിയ ഉണ്ട്. നോനി സയൻസ് ഫെയറിൽ നിനക്ക് ഓൾറെഡി ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും സെറ്റ് ചെയ്തേ. നൗ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ ഗെയിം. ഈ ശൂലവും കുതിരയൊക്കെ ഇനി ഏത് കുളത്തിൽ വെക്കും? അമ്മയോളം ചെസ് പരിപാടിയൊക്കെ തുടങ്ങിയ ചേട്ടൻ വന്നാ? ഓ വന്നു. ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമേ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. വയറ്റിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുമാനമാക്കിയിട്ട് മതിയോ? പറ്റൂല. അവളോട് ചെസ് പ്രാക്ടീസ് തുടങ്ങി. എന്റെ കൊച്ചങ്ങാനും ചെസ് തൊട്ട് നിങ്ങൾ വെറുതെ വിടൂല. അവളെ പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയേ പറ്റൂ. അതൊക്കെ സെറ്റ് ആക്കിയിട്ടല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ശരിക്കും? അപ്പൊ എപ്പോ ക്ലാസ് തുടങ്ങും? ഇപ്പൊ വേണമെങ്കിലും തുടങ്ങാം. നീ ഇത് കണ്ട ഡുവലിംഗോ? ഓ മനുഷ്യ, ഇത് ഇംഗ്ലീഷ് വേറെ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന ആപ്പാണ്. ഓ അപ്പൊ നിനക്കിത് അറിയാം. പക്ഷെ നിനക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം കൂടെ ഉണ്ട്.
അവരിപ്പോ പുതിയതായിട്ട് ഇതാ ചെസ് പഠിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല മണി പോലെ ചെസ് പഠിക്കാം. പക്ഷെ ഇവക്ക് ചെസ്സിന്റെ ABCD അറിഞ്ഞുണ്ടല്ലോ. അപ്പൊ ഈ ആപ്പ് നോക്കി പഠിച്ചാൽ മറ്റവളെ തോപ്പിക്കാൻ പറ്റൂ? കമ്മോൺ ആര്യ, ഡുവലിംഗ് തന്നെ സുമ്മാവാ. എടി ആന ഏത് കുതിര ഏത്, അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെ, ചെസ്സിന്റെ റൂൾസ്, സ്ട്രാറ്റജീസ്, അങ്ങനെ ബേസിക്സ് തൊട്ട് നമുക്ക് ഈ ആപ്പിലൂടെ പഠിക്കാം. മക്കളെ നോക്കടി, ഒരു ഗെയിം കളിക്കുന്ന പോലെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ മൂവ്സ് ഒന്നും കാണാതെ പഠിക്കണ്ട. നമ്മൾ ഒരു സാറ് പഠിപ്പിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ ഇതിലെ പസിൽസ് സോൾവ് ചെയ്ത് പഠിപ്പിക്കും. സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫുൾ ഗെയിം കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ കൊച്ചു കളിക്കും. സൂപ്പർ അമ്മ. പിന്നെ അല്ല എടി, മെയിൻ കാര്യം നീ കൊച്ചിൻ്റെ കൂടെ 24 മണിക്കൂർ ഇരുന്ന് ഗെയിം കളിക്കണമെന്നില്ല. ഈ ആപ്പിലെ ഫ്രണ്ട്ലി മാച്ച് കൂടെ തന്നെ ദക്ഷയുടെ ലെവൽ മനസ്സിലാക്കുക. നീ നോക്കി നിൽക്കാതെ ഡിസ്ക്രിപ്ഷനിൽ കയറി നീ ആ ലിങ്ക് എടുത്ത് നിന്റെ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്. ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഗുണമുള്ള കാര്യം ചെയ്തത്. ലവ് യു. ഞാൻ ഇനി പോയി ഇറക്കും നേരത്തെ, കുറച്ച് അർജന്റാണ്. പിന്നെ എന്ത് ഒരു കാര്യേ, ഈ സ്നേഹക്കൂടുതൽ കാരണം ഈ ആപ്പിന്റെ കാര്യം നിങ്ങളുടെ അനിയത്തിയുടെ അടുത്തെങ്ങാനും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ നിങ്ങൾ ഞാൻ അപ്പടി പോസ്റ്റ് ചെയ്യും. പറയൂല. അത് സംഭവം പൊളിച്ച്. ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന് വാങ്ങിക്കാം. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റ് ഇപ്പോഴും റെഡി ആവുമല്ലോ അല്ലേ? വല്ല വെള്ളത്തിലോടുന്ന കാറോ മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ല റോബോട്ടോ അങ്ങനെ എന്തെങ്കിലും മതി. ആളുകൾ ഞെട്ടണം. കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. പിന്നെ അറിയാലോ, പൈസ എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ ശരി. ഹലോ, വൈകുന്നേരം വരുമ്പോ എത്ര രൂപയായിരുന്നു കൊണ്ടുവരേണ്ടത്? നേരത്തെ പറഞ്ഞല്ലോ, അഡ്വാൻസ് 5000 തന്നു, ഇനി 10000. 10000 രൂപയെ? എടി, ഈ സയൻസ് ഫെയർ എന്നൊക്കെ പറയുന്നത് പിള്ളേര് തന്നെ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കണ്ടവന്റെ ഇത് പൈസക്ക് കടയുന്നു അല്ല വാങ്ങേണ്ടത്. ഇതൊക്കെ നിങ്ങളിപ്പോ പൈസ തരുന്നുണ്ടോ? ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ചെറിയൊരു ഷോക്ക് കൂടെ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതും കണ്ടുപിടിച്ച് സോളാർ പാനൽ വെച്ച് പെയിന്റ് അടിച്ചാൽ നമ്മുടെ സയൻസ് പ്രോജക്റ്റ് റെഡി. മണി 3 ആയടി. ഞാൻ പോയി കിടന്നോട്ടാ, രാവിലെ ഓഫീസിൽ പോകണം. കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പതിയെ ചെയ്താൽ മതി. ഈ ചെയ്യണനെങ്ങാനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് എന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്നാലും നമുക്ക് സെലക്ഷൻ കിട്ടും. അമ്മയോട് പറഞ്ഞ എന്റെ പേര് റിയാലിറ്റി ഷോ കൊടുക്കാൻ. അമ്മ തനിച്ചു കളിച്ചാൽ മതി. ഇടി, ഇത് അമ്മയും മോളും ഒന്നിച്ച് പങ്കെടുക്കേണ്ട TV ഷോ ആണ്. ഇതിൽ സെലക്ഷൻ കിട്ടിയാലേ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസ് ആവും നമ്മള്. എനിക്കിപ്പോ സെലിബ്രിറ്റി ആവണ്ടെങ്കിലോ? മനുഷ്യന് ഒന്നാമത് ശ്വാസം വിടാൻ സമയമില്ല. കൊള്ളാടി മോളെ, കൊള്ളാം. ഞാനൊക്കെ നിന്റെ പ്രായത്തില് എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഡാൻസ് ക്ലാസ്സിൽ വിടാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ട്, കെഞ്ചിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. പുള്ളി എന്നെ വിട്ടില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഹോളിവുഡിനും ബോളിവുഡിനും ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെയാണ് നഷ്ടപ്പെട്ടത്. ആ അവസ്ഥ നിനക്ക് നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് മനസ്സിലായ? ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഓഡീഷൻ. പട്ടം വരെ പോണം. നീ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡി ആവും. മക്കളെ തിന്നണ പിന്നെ നമുക്ക് ഓഡീഷൻ ഉണ്ട്. വാ പോവാം. എന്തിന്റെ? ആർക്കറിയാം, നീ വാ. അമ്മ എനിക്ക് വിശക്കണേ. അവളുടെ ഒരു വിശപ്പ്. പൊന്നു മോളല്ലേ, ഞാൻ പോണ വഴിക്ക് പപ്സ കിപ്സ് എന്താണോ വാങ്ങിച്ചു തരാം. 2 മണിക്ക് ഓഡിഷൻ ഉള്ളതാണ്. ഇങ്ങോട്ട് വാ. അമ്മ അമ്മ നീ ബാഗ് എടുത്തിട്ട് വരാം. ഇതെന്തോന്ന് മക്കളെ ഇത്തരം ട്രോഫികളൊക്കെ? അതൊക്കെ കഴിഞ്ഞ വർഷത്തെ അമ്മ. വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ടേ ചാക്കി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ തുടച്ച് വെക്കാലെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതന്നേ ഉള്ളൂ. കൊള്ളാമല്ലോ.
അവന്മാര് ചക്കര കുട്ടിങ്ങി വാ. മക്കള് മിടുക്കി തന്നെ. മിടുക്കിന്ന് പറഞ്ഞാലും പോരാ, ഇവളുള്ളോണ്ടേ സ്കൂളിൽ ബാക്കി പിള്ളേർക്കൊക്കെ പ്രൈസ് കിട്ടണമെന്ന് ഒരേ പരാതി. ഓ വേണ്ട വേണ്ട മക്കളെ. മക്കള് നമുക്ക് ചായ എടുത്തിട്ടോ. അമ്മ എന്തമ്മ വരാൻ ലേറ്റായേ? ഫ്ലൈറ്റ് ലേറ്റായി പോയി മക്കളെ. അല്ല മക്കളെ, ദശമൂളം ആര്യ എവിടെ? അവരെന്തോ ഓഡീഷൻ എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ പോയമ്മ. പാവം, ഡാൻസ് കളിക്കാൻ അറിഞ്ഞിടത്ത് ആ ദക്ഷയെ പിടിച്ച് പ്രാക്ടീസ് എന്നും പറഞ്ഞ് പാട് എടുത്തിക്കുന്നുണ്ട്. എന്തോന്ന് കോളോടി ഇത്? നിങ്ങൾ രണ്ടൊരു കുടുംബശ്രീയിൽ പണിക്ക് പോയതിലുണ്ടല്ലോ. അല്ല, അമ്മ എപ്പോ വന്ന? ഞാൻ കഴിഞ്ഞ ആഴ്ച വരുമെന്ന് വിളിച്ച് പറഞ്ഞതല്ലേ, നീ പറഞ്ഞില്ലേടി? അയ്യോ പറഞ്ഞമ്മ. അമ്മ 4 വർഷത്തിന് ശേഷം വരണയാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വേണം. ഞാൻ പ്രത്യേകം പറഞ്ഞ ആര്യടുത്ത്. പാവം, ഓഡീഷന് തിരക്കിൽ വിട്ടുപോയതായിരിക്കും. ഓഡീഷൻ അല്ലേടി ദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നാണം ഇല്ലാതെ ഒളിഞ്ഞേക്കാൻ നിന്നിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിനക്കിട്ട് പണിഞ്ഞു തന്നെ. ഓ, അപ്പൊ അമ്മയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം മാറ്റിയതാണല്ലേ. തരാം. മോളെ എന്തമ്മ? എന്നിട്ട് ഓഡീഷൻ എന്തായി? അത് പിന്നെ തകർത്തില്ലേ. എവിടെ ഡാൻസ് കൊണ്ട് അവിടെ 3 ജഡ്ജസ് യൂണിറ്റ് നിന്ന് കൈയടിച്ച്. പിന്നെ ഫിനാലെ അങ്ങ് ദുബായിൽ വെച്ചാ ഞങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ട് വന്നത്. കൊള്ളാലോ. അല്ല, ദക്ഷിണ ട്രോഫി എന്തിനാ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്? ആര് പറഞ്ഞു? ഇത് നക്ഷത്രയുടെ. അയ്യേ, എന്റെ കൊച്ചു കഷ്ടപ്പെട്ട് വാങ്ങിച്ച ട്രോഫി ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടെ? ഓ, അമ്മയെ ഇംപ്രസ് ചെയ്യാനായിട്ട് വെച്ചതായിരിക്കും അല്ലേ. അമ്മ, ഇത് നക്ഷത്രയുടെ തന്നെയാ. അല്ല അമ്മ, വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മക്ക് ഇഷ്ടമുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി തരാവേ. പറഞ്ഞില്ല. അതിന് പിന്നെ കട. ഹലോ ഹലോ, രേഷ്മയുടെ അമ്മയാണേ. ഇന്ന് മാത്സിന്റെ മാർക്സ് കിട്ടി. എൻ്റെ മോക്ക് ഫുള്ളുണ്ട്. അവിടെ എത്ര? നിനക്ക് മാത്സിന് എത്ര മാർക്ക് ഉണ്ടടി? 45. അവക്ക് എത്ര ഉണ്ട്? വെറും 40 മാർക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ ഉറക്കഴിച്ചത് പഠിപ്പിച്ചത്. പേപ്പർ കിട്ടിയ കാര്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ. ഇനി ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും? ആ രേഷ്മയുടെ അമ്മ എങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ട് ചിരിക്ക് തോലുമില്ല. ആര്യ എന്തോ അറിയ ഇവിടെ? അത് പിന്നെ അമ്മ, നക്ഷത്രയ്ക്ക് മാർക്ക് കുറഞ്ഞേനെ അവളെ വഴക്കുറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ സ്ഥിരമുള്ളതാ. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്. ദക്ഷ പോയി വിളി. എന്തമ്മ, നീ എന്തിനടി കൊച്ചിനെ വഴക്ക് പറയണേ? മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി? 40. ദക്ഷയ്ക്ക് പക്ഷെ 45 ഉണ്ടമ്മ. 45? എനിക്കിനി 45. 2 മാർക്ക് കുറവില്ല എന്നെക്കാട്ടി. രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് കയറ്റി പറഞ്ഞടി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ചക്കരയല്ലേ ദുഷ്ടേ. ആ മോളെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദക്ഷ മോളോട് ചോദിച്ചിട്ട് പഠിച്ചാൽ മതിയേ. അതൊന്നും സാരമില്ല, 5-10 മാർക്കല്ലേ. അടുത്ത പ്രാവശ്യം 50-50 വാങ്ങിക്കും അല്ലേ മക്കളെ? അയ്യോ അമ്മൂമ്മ, 50-നല്ല 100-നാണ് എക്സാം. 100-നാ? എന്നിട്ടാണ് ഈ 5 മാർക്കിൽ നീ ഇവിടെ കിടന്ന് വലിയ അഹങ്കാരം കാണിച്ചത്. അയ്യേ, നേരം വെളുക്കുമ്പോൾ പിള്ളേരെ ലോകത്തുള്ള എല്ലാ ക്ലാസ്സിനും കൊണ്ട് ചേർത്തിട്ട് പിന്നെ അവർക്ക് പഠിക്കാൻ എവിടെ സമയമായിരിക്കണം? ഇതൊക്കെ ആരെടുത്ത് പറയാൻ? രണ്ടിനും തലേ കയറണ്ടേ? എടി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വാ, നമുക്ക് മുങ്ങാം. എടി പെട്ടെന്ന് വാ, നമുക്ക് ഡ്രസ്സ് മാറി കളിക്കാൻ പോവാമേ. അതെ കളിക്കാൻ പോണൊക്കെ പിന്നെ ആദ്യം പോയി എന്തെങ്കിലും 2 പേര് കഴിച്ചു തന്നെ ഡ്രസ്സ് മാറിയിട്ട് എന്നിട്ടൊക്കെ കളിക്കാനൊക്കെ പോയാൽ മതി.
കളിക്കാൻ പോനാ? മുറ്റത്തിറങ്ങി പോലെ വാ. നീ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് ഒട്ടും സമയമില്ല. വാ വാ. മിണ്ടരുത്. പാവം പിടിച്ച പിള്ളേര്. ഇന്നു മുതൽ സ്കേറ്റിംഗ്, ഡാൻസ്, വയലിൻ, അബാക്കസ് ക്ലാസ് ഒന്നും കാണില്ല. നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് സ്റ്റഡീസിൽ മാത്രമായിരിക്കും. ഇനി മുതൽ എക്സാം വരെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും. അപ്പൊ ബ്രെയിൻ കട്ട ആക്റ്റീവ് ആയിരിക്കും. രാവിലെ 4 to 5 സോഷ്യൽ സ്റ്റഡീസ്, 5 to 6 മാത്സ്, 6 to 7 ഇംഗ്ലീഷ്, 7 to 8 സയൻസ്. അങ്ങനെ ഓരോ മിനിറ്റും നമ്മൾ പാഴാക്കാതെ പഠിക്കണം. രാവിലെ പഠിച്ചതെല്ലാം ഈവനിങ് നമ്മൾ 2 times റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഇനി ഉറങ്ങും. ഇനി നമ്മുടെ കോമ്പറ്റീറ്റർ നക്ഷത്രമല്ല, ആ പഠിപ്പി രശ്മി നമുക്ക് തോൽപ്പിക്കണം. എല്ലാ സബ്ജക്റ്റിനും 100-ൽ 100. അങ്ങനെ 100-ൽ 100 വാങ്ങിച്ച് അമ്മൂമ്മയുടെ കണ്ണ് നമ്മൾ തള്ളിക്കണം. ഓൺ യുവർ മാർക്ക്, ചേഞ്ച് യുവർ ഡ്രസ്, ലെറ്റ്സ് സ്റ്റഡി. ഒരു ചായ ഇടേ. ചായക്ക് പിന്നെ എടി, ഇഫ് ദ പ്രോനൗൺ ഈസ് ദ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് വി സേ ഇറ്റ് ഈസ് എ സബ്ജക്ട് പ്രോനൗൺ. എന്തോന്നാണ് സബ്ജക്ട് പ്രോനൗൺ? കഷ്ടം. വെളുപ്പിന് 5 മണിക്ക് ആ കൊച്ചിനെ പെടുത്തണം പാട്. എവളെന്തിനു വളങ്ങി പോയത്? എന്നാ വേഗം പോയി മേലിട്ട് വാ, നമുക്ക് പഠിക്കാം. എനിക്ക് ഞാൻ വന്ന് നോക്കാം. രേവതി അല്ലേ? അല്ല, എന്തേ? രേവതി ഉണ്ടോ? ആ, ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ? മോളോട് ചെന്നാ മതിയേ. മോക്ക് അടുത്ത ആഴ്ചയാണ് എക്സാം. ഫുൾ മാർക്ക് കിട്ടണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. ആ, സയൻസ് ഒക്കെ സെറ്റ് അല്ലേ? കംപ്ലീറ്റ് സെറ്റ് ആണ്. ആ, അത് മതി. അയ്യോ, മോളിൽ കിടക്കുന്ന തുണിയൊക്കെ ഉണങ്ങി കാണും. ഞാൻ പോയി എടുക്കട്ടെ. കൊച്ചിനെ പഠിപ്പിക്കണം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞ പോരെ ആരി. ഓ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവമേ, നാളെ എക്സാമിന് രേവതിയുടെ മോള് പഠിച്ചതെല്ലാം മറന്നു പോണേ. എന്റെ കൊച്ചിനെ ബുക്കിലെ കുത്തും പുറമേ എല്ലാം ഓർമ്മ പറഞ്ഞേ. ഓക്കെ, തൂപ്പ്. ഉറങ്ങലേ എണീക്ക്. കട്ടം കുടിച്ചു പഠിക്കും. ഇപ്പൊ തന്നെ 12 എനിക്ക് നല്ല ഉറക്കം വരണേ. ഇങ്ങനെയാണ് ഞാൻ എക്സാം ഉറങ്ങും. ഇനി 2 ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ ബാക്കിയില്ലേ? ആ ശരി, പോട്ട്. നമുക്കേ നാളെ രാവിലെ 5 മണിക്ക് എണീച്ച് ബാക്കി പഠിക്കാം. 5 മണിക്കാ? ആ, എന്ത് കുഴപ്പം? വാ എണീക്ക്. നമ്മൾ പണ്ട് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള തന്നെ. വാ. ചേട്ടാ, രക്ഷമോള് റെഡിയേ? ആ, അവളിറങ്ങില്ലേടി? നോക്കട്ടെ. രേവതി, നിങ്ങൾ സ്കൂളിൽ പോണില്ലേ? ചേട്ടന് പോവാൻ സമയായി. രേവതി, ഇതെന്ത് പോണില്ലേ? മണി 9 9 മണിയാ? ഞാൻ കറക്റ്റ് സമയത്ത് അലാറം വെച്ചാണല്ലോ. ഓ, 5 മണിക്ക് അലാറം. മക്കളെ സുഖമായിട്ട് ഉറങ്ങിക്കാം. നീ എന്റെ ഫോൺ അലാറം മാറ്റി വെച്ചല്ലേടി? ഞാനാ ഓടി ഓടുന്നു. നീ എന്നെ ഉറക്കം വെച്ചില്ല. 5 മണി 9 മണി ആക്കി കാണും. ഞാൻ 5 മണിക്കാണ് എന്റെ ഫോൺ അലാറം വെച്ചത്. നിനക്ക് എങ്ങനെ അറിയാം? എടി കള്ളി, എന്റെ കൊച്ചിനെങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞുണ്ടല്ലോ. അതിന് ഇംഗ്ലീഷ് പരീക്ഷയല്ലല്ലോ, സയൻസ് പരീക്ഷയല്ലേ? എന്തടി? ഇത് ടൈം ടേബിള്. നമുക്ക് എപ്പോഴും ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് അല്ലേ? കൊച്ചിനെ പഠിപ്പിക്കണം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണെങ്കിൽ അങ്ങ് പറഞ്ഞ പോരെ ആരി. ഓ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല.
ആദ്യം സയൻസ് പഠിച്ചാൽ മതി. നാണുണ്ടോടി എന്റെ ക്വസ്റ്റിനെ തോപ്പിക്കാൻ വേണ്ടി എക്സാം ടൈം ടേബിൾ മാറ്റി വെക്കാൻ? നീ അലാറം മാറ്റി വെച്ചോളല്ലേ, നീ കൂടെ പറയൊന്നും വേണ്ട, നിർത്തണേ. നീയൊക്കെ ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തണമെങ്കിലേ പിള്ളേർ ഒരു കാലവും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾക്ക് സ്വന്തം കൊച്ചു ജയിക്കണമെന്നല്ല, മറ്റേ ആളെ തോപ്പിക്കണം. പന്തയത്തിൽ കുതിര വളർത്തുമ്പോൾ സ്വന്തം കൊച്ചുങ്ങളെ ഇറക്കി ഷോ കാണിക്കണം. ആ അങ്ങനെ പറഞ്ഞു വിടമ്മ. ഈ ബുദ്ധിയില്ലാത്ത കുറെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭയാനകമായിട്ടുള്ള പേഷൻ ഈ വീട്ടിലേ കാണുള്ളൂ. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയല്ലമ്മ, ഈ 2 പിള്ളേർ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ആരാദ്യം മറിയും ആരാദ്യം നടക്കും. എന്തിന്? അമ്മ വന്നപ്പോ കുറെ ട്രോഫി ഉണ്ടല്ലോ ആ മോൾ അടുക്കി വെച്ചിരിക്കണേ, അതുപോലെ ഇവർ കടയിൽ നിന്ന് വാങ്ങിച്ചാണമ്മ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇനി ഈ വീട്ടിൽ കമ്പാരിസനും കോമ്പറ്റീഷനും ഇല്ലാന്ന് മുദ്രപത്രത്തിൽ എഴുതി ഈ 2 ഒപ്പിട്ടിട്ടേ ഈ പിള്ളേർ ഇനി സ്കൂളിലോട്ട് പോണുള്ളൂ. അതുകൊണ്ടേ നിങ്ങൾ 2 ഇന്നത്തെ പരീക്ഷ എഴുതണ്ട. വളരെ നല്ല തീരുമാനം. നക്ഷത്രവാടി നമുക്ക് പോവാ. മക്കളെ നിങ്ങളോട് പോണു? എന്തായാലും അമ്മൂമ്മ നമ്മളിന്ന് എക്സാം എഴുതാൻ പോയില്ലല്ലേ, നമുക്ക് ഭയങ്കര സ്ട്രെസ്. നമ്മളെ കളിക്കാൻ പോണം, വാടി. ഇന്ന് പലപ്പോഴും കുട്ടികളെ വെച്ച് പാരൻസ് മത്സരിക്കുന്ന കാലമാണ്. എൻ്റെ കൊച്ചു ഇത്ര മാർക്ക് മേടിച്ചു, ഓട്ടത്തിൽ ഫസ്റ്റായി, ഡാൻസിൽ അവളാണ് ബെസ്റ്റ് എന്നൊക്കെ നാട്ടുകാരെ കാണിക്കാനും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടാനും വേണ്ടി ഇന്ന് പാരൻസ് മക്കൾക്ക് അനാവശ്യ പ്രഷർ കൊടുത്ത് കൊല്ലുക. തനിക്കാവാൻ പറ്റാത്തതും അതിനപ്പുറവും തൻ്റെ കൊച്ചാവണമെന്നും പറഞ്ഞ് അവരെ ജയിക്കാൻ വേണ്ടി പ്രഷർ ചെയ്യുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അത് കുട്ടികളിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എന്താണെന്ന് പല പാരൻസും മനസ്സിലാക്കാറില്ല. നിങ്ങളുടെ കുട്ടി സന്തോഷത്തോടെ ആരോഗ്യത്തോടെ വളരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആദ്യം ഈ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും തോറ്റാലും ജയിച്ചാലും ഒരു കുഴപ്പമില്ല പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് ആത്മവിശ്വാസം കൊടുക്കാനും ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്നു.